ചരിത്രത്തിൽ ഇന്നേവരെ തോൽക്കാത്ത ഒരു ടീമിനോട് തുടർച്ചയായി 2 മത്സരങ്ങൾ തോറ്റ പരമ്പര നഷ്ടമാണ് ടീം ഇന്ത്യയെ തേടിയെത്തിയിരിക്കുന്നത്. അയർലൻഡിനെതിരായ 2 മത്സര ടി20 പരമ്പരയിൽ ഇന്ത്യയെ വൈറ്റ് വാഷ് ചെയ്ത് പുതിയ ചരിത്രം തന്നെയാണ് അയർലൻഡ് ക്രിക്കറ്റ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. രണ്ടാം മത്സരത്തിൽ 155 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ടീം ഇന്ത്യക്ക് മേൽ 1 റൺസിന്റെ വിജയത്തോടു കൂടിയാണ് പരമ്പര നേട്ടം അയർലൻഡ് സ്വന്തമാക്കിയത്. തീർച്ചയായിട്ടും 2 മത്സരങ്ങളിലും ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് തകർന്നടിഞ്ഞത് തന്നെയാണ് തോൽവിയുടെ കാരണം. ആദ്യ മത്സരത്തിൽ അഭിഷേക് ശർമ്മ ടോപ്പ് ഓർഡറിൽ മികവ് കാട്ടിയെങ്കിൽ രണ്ടാം മത്സരത്തിൽ ടോപ്പ് ഓർഡറിലെ ആദ്യ 4 ബാറ്റ്സ്മാൻമാരും നിരാശപ്പെടുത്തുക തന്നെയായിരുന്നു. സഞ്ജുവും അഭിഷേക് ശർമ്മയും ഇന്ന് ഗോൾഡൻ ഡക്കായാണ് മടങ്ങിയത്. കഴിഞ്ഞ മത്സരത്തിലും സഞ്ജുവും ഇഷൻ കിഷനും ശ്രേയസ് അയ്യരും ഉൾപ്പെടെ നിരാശപ്പെടുത്തിയിരുന്നു. 2 മത്സരങ്ങളിലും തോൽവിയേറ്റു വാങ്ങിയതിനു ശേഷം കോച്ച് ഗൗതം ഗംഭീറിന്റെ നിർണായകമായ പ്രതികരണവും എത്തിയിരുന്നു. ടീമിന്റെ പ്രകടനം സമഗ്രമായി തന്നെ വിലയിരുത്തുമെന്നും എവിടെയാണ് തങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട് എന്നും ഗംഭീർ മത്സരശേഷം പറഞ്ഞിരുന്നു. ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരയിൽ തീർച്ചയായിട്ടും ഒരു അഴിച്ചുപണി ഉണ്ടാകുമെന്നുള്ള സൂചനയും ഗംഭീർ നൽകിയിട്ടുണ്ട്. IPLലും കഴിഞ്ഞ ട്രൈനാഷൻ സീരീസിലും ഇന്ത്യക്ക് വേണ്ടി തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച വൈഭവ് സൂര്യവംശിയെ അയർലൻഡിനെതിരായ 2 മത്സരങ്ങളിലും ടീം ഇന്ത്യ പരിഗണിച്ചിരുന്നില്ല. അടുത്തതായി ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയാണ് ടീം ഇന്ത്യക്ക് വരാനായിരിക്കുന്നത്. തീർച്ചയായിട്ടും വൈഭവിനെ ടോപ്പ് ഓർഡറിലേക്ക് ടീം ഇന്ത്യ പരിഗണിക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഗംഭീർ നൽകിയിരിക്കുന്നത്. ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയും അതേപോലെ പ്രകടനവും ഇപ്പോൾ ഒരേ രീതിയിൽ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ടോപ്പ് ഓർഡറിന്റെ സ്ഥിരതയില്ലായ്മ ഉൾപ്പെടെ ചോദ്യം ചെയ്യുമ്പോൾ അടിമുടി അഴിച്ചുപണികളും വരും ദിവസങ്ങളിൽ ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും.